ഹായ് മക്കളെ, അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഫ്ലവർ? ഇത് ഒരു പേപ്പറും ഒരു സ്ട്രോങ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആൾ നമ്മളെ റിച്ചു. അപ്പോൾ റിച്ചു വൈറ്റ് പേപ്പറുണ്ട്. ഇപ്പോൾ ഇതാ ഒരു കളർ പേപ്പർ റെഡ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കി. ഇനി അവരുണ്ടാക്കാൻ പോണത് ഫ്ലവർ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് റിച്ചു കാണിച്ചത്. റിച്ചു എന്താ നീ ഉണ്ടാക്കാൻ പോണത് പേപ്പർ ഫ്ലവർ? വൈറ്റ് A4 യൂസ് ചെയ്ത്. വൈറ്റ് പേപ്പർ എവിടെ? ഇതാ. ഓക്കെ. വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം? ഇവിടെ വെക്ക്, ഇത് കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ വൈറ്റ് A4 ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്യാം. ഇതെടുക്കണം നമുക്ക്. ഏത് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വൈറ്റ് A4 യൂസ് ചെയ്ത് സൈഡ് കട്ട് ചെയ്യാണല്ലേ മടക്കിയിട്ട്? മടക്കിയിട്ട് അതിൻ്റെ സൈഡ് മടക്കി ആരോ മാർക്കിൽ നമ്മൾ കട്ട് ചെയ്യണം. ഈ A4 നമുക്ക് ആവശ്യമില്ല. ഇനി ഈ A4 ഇതാ ഇതുപോലെ കുഞ്ഞി ലൈൻസ് ആക്കണം. കട്ട് ചെയ്യാം. സിസർ യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏത് കുഞ്ഞു മക്കൾക്കും ഇത് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യണമല്ലോ. ഓക്കെ, പെട്ടെന്ന് കട്ട് ചെയ്യേ. എന്താണ് ഇപ്പൊ നമ്മളിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എന്താ ചെയ്യണേ? റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. റൗണ്ടിൽ മടക്കാട്ടാ. റൗണ്ടിൽ മടക്കിയിട്ട് റൗണ്ടിൽ മടക്കുമ്പോൾ കണ്ടില്ലേ? റൗണ്ടിൽ മടക്കിയിട്ട് മടക്കിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ എൻഡിലാവുമ്പോയിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഗ്ലൂ ഓപ്പൺ ചെയ്തിട്ട് ഗ്ലൂ യൂസ് ചെയ്ത് നമുക്കിതാ ഇത് ഒട്ടിക്കാം. ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവർ. ഒട്ടിച്ചിട്ട് ഉണ്ടാക്കി ഒട്ടിച്ച് ഇനി കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെച്ചു. ഉണങ്ങിയ ഇതൊന്ന് കാണിച്ചാൽ ഇത് പായതെങ്ങനെയാട്ടാ? ഇതുപോലെ ആയിട്ടില്ല. ഇനി നമ്മുടെ ഈ ഫ്ലവർ ഉണങ്ങിയ ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ കൈ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഈസി. പിന്നെ ഒരു സ്ട്രോന്റെ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫ്ലവർ റെഡി. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കുക, പല രൂപത്തിലും കളറിലും ഉണ്ടാക്കുക. എന്നിട്ട് പല ഡെക്കറേഷനിലും ചുമരുമൊക്കെ നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും. ഓക്കെ, അറിയാൻ പറ്റില്ല കേട്ടോ. ഇത് എന്താ പ്ലാസ്റ്റിക് ആണോ പേപ്പറാണോ അറിയാൻ പറ്റില്ല. ഓക്കെ.